السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മളെ ഇന്നത്തെ വിഷയവും കൂടി ശുദ്ധി തന്നെയാണ്. ഈ ശുദ്ധീകരണത്തിലൂടെ അവരവരുടെ ദേഹം ശുദ്ധീകരിക്കുക, കൈകൾ ഇടയ്ക്കിടെ കഴുകിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക. ഇത് മുഖേന ഒരുപാട് രോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യുവാൻ, തടയുവാൻ പറ്റും. അങ്ങനെയാണ് ഹെൽത്ത് ലൈനിലെ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈനംദിനം നാം മില്യൺ കണക്കിൽ, എത്രയോ മില്യൺസ് ജേംസുകൾ, രോഗാണുക്കളെയും വൈറസുകളെയും ബാക്ടീരിയകളെയും നാം കോണ്ടാക്ട് ചെയ്യുന്നു. അത് നമ്മുടെ ശരീരത്തിൽ പതിക്കുകയും അതിനെ നാം തൊടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിത്യമായുള്ള ഈ വാഷിങ്സ്, അതായത് വാഷിംഗ് ഹാൻഡ്സ്, കുളിയും കൈകഴുകലും ബ്രഷ് ചെയ്യലും, ഇതൊക്കെ അത്തരം വൈറസുകളെയും ജേംസുകളെയും രോഗാണുക്കളെയും നീക്കം ചെയ്യുവാൻ വളരെ നല്ല മാർഗമാണ്. അതാണ് ഇസ്ലാം പലതിനും നമുക്ക് കുളി സുന്നത്താക്കി ഇരിക്കുന്നത്. പല നിലക്കും കുളിക്കണം. പല വിഷയത്തിലും കുളികൾ സുന്നത്തുണ്ട്, നിർബന്ധമായ കുളികളുണ്ട്, സുന്നത്തുകൾ ധാരാളമുണ്ട്. ചുരുക്കത്തിൽ ദൈനംദിനം കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇസ്ലാം അതിനെ ധാരാളം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇസ്ലാം എന്ത് പറയുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം നിങ്ങൾ എന്തുകൊണ്ടും ഒരു രോഗിയാകരുത് എന്നാണ്. ഇസ്ലാം അവരവരുടെ നഖത്തെ മുറിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നഖത്തിനൊക്കെ വളരെ ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് പറയുന്നു. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ എഴുതിയ ലേഖനങ്ങളിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നഖം കടിക്കരുത് എന്ന് ഇസ്ലാമിൽ പറയുന്നു. ശാസ്ത്രജ്ഞന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം അതിലുള്ള അഴുക്ക് ചിലപ്പോ അത് നമ്മുടെ വായയുടെ വായയിലൂടെ അത് നമ്മുടെ വയറ്റിന്റെ അകത്ത് കടക്കും. ഒരുപാട് പ്രശ്നങ്ങൾ തൊണ്ടയിലും വായയിലും വയറ്റിലും ഉണ്ടാകും. അതേപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വാട്സപ്പിൽ അന്ന് 5 or 6 ക്ലാസ് എടുത്തിരുന്നു. അത് വലിയൊരു ചാപ്റ്ററാണ്. പിന്നെ ഈ കുളിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, ഇസ്ലാം ധാരാളം കുളിയെ നമ്മോട് പ്രോത്സാഹിപ്പിച്ചു. അതിൽ നിർബന്ധമായ കുളിയുണ്ട്, സുന്നത്തായ കുളിയും കൂടിയുണ്ട്. ഈ കുളിക്കുന്നത്, അതിന്റെ നേട്ടങ്ങൾ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ ഹാർട്ടിന് വലിയൊരു ആരോഗ്യം നൽകും. നമ്മുടെ ഹാർട്ടിന്റെ വർക്കുകളൊക്കെ നന്നായിട്ട് നല്ല പുരോഗമിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽ, അതിന്റെ ഫങ്ഷനുകള് വളരെ നന്നാകും. അതിന്റെ സർക്കുലേഷൻ, രക്തപ്രവാഹങ്ങൾ നന്നായി നടക്കും. BP കൂടൂല, അത് കുറയും. നമ്മുടെ കാർഡിയാക് ഫങ്ഷനുകളൊക്കെ വളരെ ഇംപ്രൂവ് ആവും. ഹാർട്ടിന്റെ ഫങ്ഷനുകളൊക്കെ നല്ല ഇംപ്രൂവ് ആവുന്ന പറയുന്നത്. നമ്മുടെ ബ്രെയിനിന്റെയും തലച്ചോറിന്റെയും നെർവസ് സിസ്റ്റംസ്, അതായത് ഞരമ്പുകളുടെയും സിസ്റ്റമിന് ഈ കുളിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും, ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ എന്നെന്നും നിലനിൽക്കും. കാരണം അതിലുള്ള എല്ലാ ജാതി ബാക്ടീരിയകളും എല്ലാ ജാതി അഴുക്കുകളെയും അത് നീക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ നാം കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ യൂറിനറി ട്രാക്റ്റില്, അതിന്റെ സിസ്റ്റമില്, ഈ മൂത്രത്തിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, ട്രാക്റ്റുകൾ ഉണ്ടല്ലോ, ബ്ലാഡർ, യുരത്ര, അതുപോലെ തന്നെ മൂത്രസഞ്ചി, അതിലേക്കുള്ള കുഴലുകള്, കിഡ്നികള്, പിന്നെ അതിന്റെ കനാലുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് അതിന്റെ സിസ്റ്റം, അതിന് ട്രാക്റ്റുകൾ ഉണ്ട്. അതിനെല്ലാം നല്ല ആരോഗ്യം ഉണ്ടാകും ദൈനംദിനം കുളിക്കുന്നത് കൊണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ പവർ, രോഗപ്രതിരോധ ശക്തി
അത് നല്ല ബൂസ്റ്റ് ചെയ്യും, നല്ല ഇമ്മ്യൂൺ പവർ നമുക്ക് ലഭിക്കും. അത് അത്യാവശ്യമാണല്ലോ, പലപ്പോഴും പറഞ്ഞതാണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകളെല്ലാം അതിൻ്റെ തനതായ രൂപത്തിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് അത് നിലകൊള്ളും. അതെപ്പോഴും അതിൻ്റെ രൂപത്തിൽ തന്നെ വേണം, അതിൻ്റെ തോതിൽ തന്നെ വേണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനെ കൂടിയാലും കുറഞ്ഞാലും വേറെ ഒരുപാട് പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്നു. അത് അതിൻ്റെ തോതിൽ തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കും. നമ്മുടെ ഹോർമോണുകൾ, കണക്കില്ലാത്ത ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഇങ്ങനെ കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ ആസകലം സ്കിന്നിന് അത് ക്ലീൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും മുടിക്കും കണ്ണിനും ഒരു വലിയ ആരോഗ്യം തന്നെ അത് തരുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ പിന്നെ കൂടുന്നില്ല. ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുതൽ കൂടാൻ പാടില്ലല്ലോ, അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ ഒന്നും കൂടുന്നില്ല. നിങ്ങളൊന്ന് നോക്ക്, പരിശുദ്ധ ഇസ്ലാം ഈ ശുദ്ധീകരണത്തിന് എത്രമാത്രം സ്ഥാനം നൽകി. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, തിരുഹദീസുകളിൽ പലയിടത്തും പറഞ്ഞു. നമ്മോട് കുളിക്കുവാനും വുളു ഉണ്ടാക്കുവാനും പല പ്രാവശ്യങ്ങളായിട്ട് 5 നേരത്തെ നിസ്കാരത്തിന് പുറമെ പല പ്രാവശ്യങ്ങളായിട്ട് വുളു ഉണ്ടാക്കുവാനും കുളിക്കുവാനും ഇങ്ങനെ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചു. ഇതുകൊണ്ടെല്ലാം ഇസ്ലാം നമ്മോട് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ കാത്ത് സൂക്ഷിക്കണമെന്നും മറ്റുള്ളവർക്ക് നിങ്ങൾ മുഖേന യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, ഒരു ദുർഗന്ധം വമിക്കരുത്, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനും തിരുഹദീസുകളും അനുസരിച്ച് നല്ല നിലക്ക് ആരെയും ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുവാൻ, എല്ലാവരെയും സഹകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.